എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊത്ത് അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ജനകീയ നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മോനും പുതുപ്പള്ളിയുടെ MLA-യുമായ ശ്രീ ചാണ്ടി ഉമ്മനാണ് ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമസ്കാരം ചാണ്ടി ഉമ്മൻ. നമസ്കാരം. 53 വർഷക്കാലം കൈവെള്ളയിൽ കൊണ്ട് നടന്ന ഒരു മണ്ഡലമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം താങ്കൾ MLA ആയി അവിടെ വരികയും അവിടെ എന്ത് വെല്ലുവിളികളാണ് താങ്കൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും 53 വർഷക്കാലം ഒരു നാടിൻ്റെ MLA ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ആ ജനങ്ങളുടെ മുഴുവൻ സ്നേഹവും പിന്തുണയും കരുതലുമൊക്കെ ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധ്യമാക്കിയത്. ഒപ്പം അദ്ദേഹം അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ 53 വർഷക്കാലത്തെ ചരിത്രം അറിയുന്ന ജനങ്ങൾ അത് തന്നെയാണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വെല്ലുവിളിയുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അതൊക്കെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. സമാനതകളില്ലാത്ത വികസനം പുതുപ്പള്ളിയിൽ കൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹം. നമുക്കറിയാം, RIT ഇന്ത്യയിലെ തന്നെ മികച്ച എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. രാജീവ് ഗാന്ധിയുടെ പേരിലെ ആദ്യത്തെ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ IIMC അത് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ച് കൊണ്ടുവന്ന് സർക്കാർ അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലും നടത്തിയിട്ടുള്ള യാഥാർത്ഥ്യമാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ പഞ്ചായത്തിലും ആയുഷിൻ്റെ കേന്ദ്രങ്ങൾ, എല്ലാ പഞ്ചായത്തിലും എല്ലാ PHC വരെയുള്ള ഹോസ്പിറ്റലുകൾ, ഒപ്പം പാമ്പാടിയിലെ താലൂക്ക് ആശുപത്രി, ഇപ്പോൾ ഒരു കുട്ടിക്ക് LKG മുതൽ MSc വരെ പഠിക്കുവാനുള്ള സാഹചര്യം ആ മണ്ഡലത്തിൽ സംജാതമായിട്ടുണ്ട്. അപ്പം അങ്ങനെ എഡ്യൂക്കേഷൻ ലെവലിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലായി ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചതാണ് തലപ്പാടി സെൻട്രൽ ഹോസ്പിറ്റൽ. പക്ഷേ ഈ സർക്കാർ ഒന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ കോവിഡ് കാലത്ത് റിസർച്ച് മൊത്തം നടത്തിയ അവിടെയാണ്. അതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റേണ്ട ഒരു ഹോസ്പിറ്റലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലം ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ പുതുപ്പള്ളിയെ ഒരു വശത്ത് അദ്ദേഹം പിടിച്ചുയർത്തിക്കൊണ്ടുവരുമ്പോൾ സർക്കാർ അതിനെ തടസ്സം നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു. ആ തടസ്സം ഇന്നും നിൽക്കുന്നുണ്ട്. അതൊക്കെ ചലഞ്ചസായി നിൽക്കുന്ന കാര്യമാണ്. അതിനെയൊക്കെ എന്തായാലും മറികടക്കുന്നുണ്ട്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നത്? അല്ല, ഇതിനകത്ത് ഇപ്പം ഗവൺമെൻറ്റിൽ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മുടെ ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പോർട്സിൻ്റെ സെൻറ്ററാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനതിനെ ആ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഞങ്ങളൊരു ഓൾറെഡി ഒരു പുരോപ്പടയിൽ ടർഫ് പണിഞ്ഞ് അവിടെ കുട്ടികൾക്ക് ഫ്രീ ആക്കിയിട്ടുണ്ട്, സ്കൂൾ കുട്ടികൾ. അതുപോലെ ഒരു സ്വിമ്മിംഗ് പൂള് പണിയുവാൻ ഉദ്ദേശിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പുതുപ്പള്ളിയിൽ തന്നെ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊരു ടർഫ് കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ബാഡ്മിൻ്റൺ കോർട്ട് കൂടി വരണം ആഘോഷിക്കുന്നു. അങ്ങനെ സ്പോർട്സിൻ്റെ ഒരു സെൻറ്ററാക്കി പുതുപ്പള്ളിയെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ആശയവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് ബേസ്ഡ് എക്കോണമി, അപ്പോൾ എക്കോണമിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ നല്ല കായിക താരങ്ങളായി കൊണ്ടുവരാൻ സാധിക്കുന്നു. ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം, അതാണ് 1.5 വർഷം മുമ്പ് ഞാൻ കണ്ടത്. ഇതൊരു ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം സ്പോർട്സിലൂടെ നടത്തുക എന്നുള്ളത്. അത് ഹരിയാന പോലൊരു സ്റ്റേറ്റ് അത് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു മികച്ച രീതിയിൽ സ്പോർട്സ് എക്കോണമി ആയിട്ടും സ്പോർട്സ് ബേസ് ചെയ്ത് കുട്ടികളെ നല്ല കായിക താരങ്ങളാക്കി കൊണ്ടുവരുവാനും രാജ്യത്തിനും ലോകത്തിനും ഒക്കെ സംഭാവന ചെയ്യാനുള്ള ശ്രമമാണ് നമ്മുടെ ഇതിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്. ഈ നവീകരണ പദ്ധതികളിൽ യഥാർത്ഥ മാറ്റം എങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, യഥാർത്ഥ മാറ്റം സാധ്യമാണ്. കാരണം നമുക്കിപ്പം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് പരിമിതമാണ് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ഗവൺമെൻറ് ഞാൻ 25 ലക്ഷം രൂപ തണലോരത്ത് സ്പോർട്സിന് വേണ്ടി അനുവദിച്ചു, പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ CSR-ഉം മറ്റുള്ളവരുടെ പിന്തുണയും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം 50 വീട് നമ്മൾ പണിയുകയാണ്. ആ 50 വീട് പണിയുന്ന മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ആണ്. ഞാനൊരു പോലും മേടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ള വലിയ ഉദ്ദേശമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ യഥാർത്ഥ മാറ്റം സാധ്യമാകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ജനങ്ങളെ നേരിട്ട് സമ്മതിക്കുന്ന ഒരു രീതിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്. താങ്കളും ആ രീതി തന്നെയാണോ പിന്തുടരുന്നത്? ഞാൻ 7 ദിവസവും മണ്ഡലത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ പുതുപ്പള്ളിയിലാണ് താമസം. ഞാൻ തിരുവനന്തപുരത്ത് പോകാറില്ല. അസംബ്ലി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിരുവനന്തപുരത്ത് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ 24 മണിക്കൂറും ജനങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പുതുപ്പള്ളിയിലോട്ട് താമസം മാറ്റിയിരിക്കുന്നത്.
ഈ കോൺഗ്രസ് പാർട്ടിയിലൂടെ ഈ പുതിയ തലമുറയിലേക്ക് താങ്കൾ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? അല്ല, ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നവര്. നമ്മുടെ രാജ്യം മാറണം, രാജ്യത്തെ ജനാധിപത്യം ശക്തിപ്പെടണം, രാജ്യത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കണം, ഒക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ശ്രമം ഉണ്ടാവണം, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. അപ്പോൾ യുവാക്കൾ ലാർജ് സ്കെയിലിൽ എല്ലാ മേഖലയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിനകത്ത് പൊളിറ്റിക്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിലേക്ക്. ഈ യുവാക്കളുടെ പങ്കാളിത്തം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ താങ്കളുടെ പാർട്ടിയും താങ്കളുടെ എന്തൊക്കെ പ്രയത്നങ്ങളാണ് ഇപ്പം നടത്തുന്നത്? അല്ല, കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി ശ്രമം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളോ പതിറ്റാണ്ടുകളായി. അദ്ദേഹം തലപ്പത്ത് വന്നപ്പോൾ തൊട്ട് നാടിനെ പുതിയൊരു കാലഘട്ടത്തിൽ എത്തിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ ലീഡർഷിപ്പ് കൊടുക്കുകയും ആ ലീഡർഷിപ്പ് ഇന്ന് സക്സസ്ഫുള്ളായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ചെറുപ്പക്കാർക്ക് അവസരം കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കോൺഗ്രസ് പാർട്ടിയും ടീമും ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനുള്ള എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് പാർട്ടിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, പാർട്ടി ലീഡർഷിപ്പിനാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, മഹാത്മാഗാന്ധി കുടുംബസംഘങ്ങൾ എല്ലാ വാർഡിലും സ്ഥലം നടന്നുകൊണ്ടിരിക്കുക. പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഈ മാസം കൊണ്ട് കുറേ കുടുംബസംഘങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ പാർട്ടി വലിയ ഒരു പ്രവർത്തനം ഗ്രാസ് റൂട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് സംശയം പറയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? 100 സീറ്റ് UDF ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. ഈ പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉണ്ടെങ്കിലല്ലേ വിലയിരുത്താൻ പറ്റും. പ്രവർത്തനം ഉണ്ടാവണ്ടേ? എന്താ പ്രവർത്തനം? വിഴിഞ്ഞം പോർട്ട്, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പോർട്ട് കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയും കുടുംബം അവിടെ പോയിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനം? അത് പറയട്ടെ സർക്കാർ. ഈ സർക്കാരിന്റെ ഒരു പ്രവർത്തനം പോലും ഇല്ലാത്ത ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പോർട്ട്. ഇന്ന് ക്രെഡിറ്റ് എടുക്കുക മാത്രമാണ് ലക്ഷ്യം. 5 വർഷം ഈ സർക്കാർ 6 വർഷം താമസിപ്പിച്ചു. 2019 വരേണ്ട പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി സർക്കാർ വന്നിരുന്നെങ്കിൽ 2019 തീരേണ്ട 3 വർഷം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 6 വർഷം കൂടുതൽ താമസിപ്പിച്ചു. 9 വർഷം അടുപ്പിച്ചിട്ടാണ് ഇന്ന് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോജക്റ്റ് എല്ലാം ഡിലേ ആക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും ഡിലേ ആക്കി ഇടക്കാക്കി തനിക്കാക്കുക എന്നുള്ള പോളിസിയാണ് പിണറായി വിജയൻ ഗവൺമെന്റിനുള്ളത്. ഇത്രയും പരിതാപകരമായ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇന്ന് ഈ ഗവൺമെന്റ് തുടരണമെന്നുള്ള ആഗ്രഹമില്ലാത്തത്, 9 വർഷം അവസരം കിട്ടിയിട്ടും ഒരു വികസനവും തൻ്റെതായി കാണിക്കാനില്ലാത്തത്, മറ്റുള്ളവർ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞെന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള താങ്കളുടെ പൊളിറ്റിക്കൽ വിഷൻസ് എന്തൊക്കെയാണ്? അല്ല, കേരളത്തെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ്. അത് വിഴിഞ്ഞം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കൂടെ സ്വപ്നം ആ സാക്ഷാത്കരിക്കപ്പെടുന്നത് നമുക്കെല്ലാം അഭിമാനം നൽകുന്നൊരു കാര്യമാണ്. അത് വിഴിഞ്ഞം കേരളത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഴിഞ്ഞത്തിലൂടെയാണ് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുന്നോട്ടുള്ള കുതിപ്പുണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. അപ്പോൾ കേരളത്തിൻ്റെ എക്കോണമിക്ക് വലിയ ബൂസ്റ്റായിരിക്കും വിഴിഞ്ഞം. ആ വിഴിഞ്ഞം സാക്ഷാത്കരിക്കുന്നതുകൊണ്ട് കേരളത്തിന് ഗുണം ചെയ്യുന്നു. അതിനെ തടഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റ്. അതിവിടെ തടയാമായിരുന്നു, എല്ലാ പ്രോജക്റ്റും തടഞ്ഞു, പക്ഷേ ഗവൺമെൻറ് ചെയ്തില്ല. അതിനൊരു അഭിനന്ദനം കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം താങ്കളുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? രാവിലെ പിതാവിൻ്റെ കല്ലറയിൽ നിന്നാണ് പുതുപ്പള്ളിയിലുണ്ടെങ്കിൽ ഞാൻ തുടങ്ങി, അവസാനിക്കുന്നതും അവിടെ തന്നെയാണ്. പിന്നെ ഇതിനിടെ വിവിധ പരിപാടികൾ, വിവിധ സ്ഥലങ്ങളിൽ മരണങ്ങൾ, കല്യാണങ്ങൾ, അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ, ചടങ്ങുകൾ, ഗവൺമെൻറ് ചടങ്ങുകളൊക്കെ പങ്കെടുക്കുക എന്നതാണ്. ഈ എല്ലാ ദിവസവും തങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അല്ല, ആത്മവിശ്വാസം നിലനിർത്തുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോകുമ്പോൾ തന്നെ ആത്മവിശ്വാസം എനിക്ക് ലഭിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അദ്ദേഹം എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ സമയമുള്ളൂ. ആ ചെറിയ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാമോ അത് ചെയ്തു തീർക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ 50 വീട് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. എടുത്തുചാട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എടുത്തുചാട്ടങ്ങളില്ലെങ്കിൽ നമുക്ക് സാമൂഹ്യ നന്മ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ സാമൂഹ്യ നന്മ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം നമുക്ക് സമയം എത്രയുണ്ട് നമുക്ക് തന്നെ അറിയില്ല. ആ ചെറിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ, നന്മ ചെയ്യാൻ സാധിക്കുക ചെയ്യുക, അതിലേക്കാണ് എൻ്റെ ഫോക്കസ്. ഈ ജനങ്ങളുടെ കയ്യടിക്കും പ്രതികരണങ്ങൾക്കും വിമർശനങ്ങൾക്കും താങ്കൾ എങ്ങനെയാണ്
പ്രതികരിക്കുന്നത്? ആ പ്രതികരിക്കാൻ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണ്? അല്ല, പ്രതികരണം പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ എടുക്കണം. അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല കാര്യം, നമുക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ ഊർജ്ജം, കൂടുതൽ ശക്തി. നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുന്നത് ഞാൻ അങ്ങനെ എന്താ പറയുക, കാര്യമുള്ളതാണെങ്കിൽ മാത്രമേ ഞാൻ വിലക്കെടുക്കുന്നുള്ളൂ. അനാവശ്യമായ വിമർശനങ്ങൾ, അനാവശ്യമായ എന്താ പറയുക കാര്യങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ബൈഡനുമായി ചേർന്ന് ഫോട്ടോ എടുത്ത്, അപ്പോൾ അതിൻ്റെ വിമർശനം പ്രസിഡന്റ് അല്ല, ഫോർമർ പ്രസിഡന്റ് എന്നാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവരെ പ്രസിഡന്റ് ബൈഡൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒബാമ, പ്രസിഡന്റ് ബുഷ് എന്നാണ് അവരറിയപ്പെടുന്നത്. അതാണ് അവരുടെ വിളിപ്പേര്. അല്ലെങ്കിൽ ലൈക്ക് അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ സെക്രട്ടറി എന്നുള്ളതായിരിക്കും അവർ ഉപയോഗിക്കുന്നത് തോന്നുന്നു. അതിനും വിമർശനമാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് കാര്യം അറിയാതാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ USA പ്രസിഡന്റ് ബൈഡൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പക്ഷെ പ്രസിഡന്റ് ബൈഡൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആപ്റ്റാണ്. അപ്പം അതിനെ വിമർശിക്കുമ്പോൾ ഞാൻ ചെവിക്കൊള്ളുവോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള വിമർശനം ഞാൻ ഉൾക്കൊള്ളാറില്ല. അതേസമയം കാര്യമാത്ര പ്രസക്തമായി എൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ക്ഷമ ചോദിക്കാറുണ്ട്. തിരുത്താനുള്ള തിരുത്തിയിട്ടുണ്ട്, തിരുത്തുകയും ചെയ്യും. ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപോയിട്ട് ഏകദേശം 2 വർഷത്തോട് അടുക്കുകയാണ്. ജൂലൈ 18. അദ്ദേഹത്തിൻ്റെ അഭാവം ഇപ്പോഴും താങ്കളെ എങ്ങനെ അത് അനുഭവപ്പെടുന്നുണ്ട്, എങ്ങനെ അത് ബാധിക്കുന്നുണ്ട്? അല്ല, അദ്ദേഹത്തിൻ്റെ അഭാവം നികത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ എനിക്ക് ആ അഭാവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആദ്യത്തെ ഒരു വർഷക്കാലം ഒരു സമയം തന്നിട്ടില്ല. ആദ്യം മരണത്തിന് ശേഷം നിരന്തരം ആളുകൾ വരികയും നിരന്തരം ആളുകളുടെ ഫോക്കസ് അവിടെ ഉണ്ടാവുകയും ആളുകൾ നിർത്താതെ വരുന്നൊരു സാഹചര്യം ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മനസ്സ് പൂർണ്ണമായി ഒരു വിഷമത്തിലേക്ക് പോകാൻ ജനങ്ങൾ അനുവദിച്ചില്ല. അതിനുശേഷം ഇലക്ഷൻ വന്നു, പിന്നെ ഇലക്ഷൻ്റെ തിരക്കായി, MLA ആയി. ഇപ്പോൾ MLA കൂടെ ആയപ്പോൾ അതിൻ്റെതായ തിരക്കുകളും, പിന്നെ സർവ്വപദ സമ്മേളനം എന്ന വലിയ ഉത്തരവാദിത്വം ശിവഗിരി മഠം എന്നെ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് അപ്പം അത് ദൈവനിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പൂർണ്ണമായ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ അഭാവം ഞാൻ ഇന്ന് ഉൾക്കൊള്ളുന്നു. പക്ഷേ വിടവ് നിർത്താൻ സാധ്യതയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഞാൻ രാവിലെയും വൈകിട്ടും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോകുന്നു, എനിക്ക് സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അഭാവമൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഞാനതുകൊണ്ടാണ് പറയാം, ഈശ്വര വിശ്വാസികൾ മരിക്കുന്നില്ല എന്നുള്ളതിന് തെളിവ് കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു സയൻസിൻ്റെ ഇത് കണ്ടു, ക്വാണ്ടം ഫിസിക്സ് പ്രൂവ് ചെയ്തു മരണം എന്നുള്ളത് ഒരു റിയൽ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. അതെനിക്ക് എന്നെ സംബന്ധിച്ച് റിയലാണ്. കാരണം അദ്ദേഹം എനിക്കൊരു വിടവ് അങ്ങനെ തോന്നുന്നില്ല. ഫിസിക്കലി ഇല്ല എന്നുള്ള വിടവ് തന്നെ, പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ആർക്കും അറിയാത്ത ഉമ്മൻചാണ്ടി സാറുമൊത്തുള്ള ഒരു അനുഭവം താങ്കൾക്കൊന്ന് പറയാൻ സാധിക്കുമോ? പൊതുസമൂഹത്തിന് അറിയില്ലാത്ത. ഞങ്ങൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മിക്കവാറുമുള്ള എല്ലാ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെത് എനിക്ക് തോന്നുന്നു ഈ ഒരു 1.5-2 വർഷക്കാലത്തിൽ മിക്കവാറുമുള്ള ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്ന് ആരും അറിയാത്ത എന്ന് പറയുമ്പോൾ പെട്ടെന്നിപ്പം അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കുവാൻ സാധിക്കില്ല. മിക്കവാറുമുള്ള എല്ലാം ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തിനിടയിൽ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നാണ്. അതേസമയം എനിക്ക് എന്താ പറയുക, എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നു അദ്ദേഹം എന്നുള്ളതും, തന്നെ ഇഷ്ടപ്പെടാത്തവരെ കൂടി അദ്ദേഹം ആ രീതിയിൽ എന്താ പറയുക ഒരു പേഷ്യൻസ് കാണിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യം. അടുത്തതായിട്ടൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരുടെ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേൾക്കുന്നതാണ്. താങ്കളുടെ വിവാഹം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആ ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കും പൊതുസമൂഹത്തിനും താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹം ഒരുപാടുണ്ട്. നമ്മുടെ കേരളീയ സമൂഹത്തിൽ ചാണ്ടി ഉമ്മൻ എന്ന് വിവാഹം കഴിക്കും എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താങ്കളുടെ കുടുംബത്തോടൊപ്പം അതോടൊപ്പം ചേരുന്നതുണ്ട് എന്ന് ചോദിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊരു ചെറിയൊരു അഭിപ്രായം താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, പേഴ്സണലാന്ന് പറഞ്ഞത്. അത് സമയം പറയാം. ഓക്കെ. വലിയ വലിയ ഒരു വിഭാഗം ജനങ്ങളും തങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാനൊരു തമാശ രൂപേണയാണ് പലപ്പോഴും
അതിന് ഉത്തരം കൊടുത്തിട്ടുള്ളതും. പക്ഷേ അതിന് സമയമാകുമ്പോൾ നടക്കും. അപ്പം താങ്ക് യു ചാണ്ടി ഉമ്മൻ എന്നോട് ഇത്ര നേരം സഹകരിച്ചതിന്. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും നന്മയും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പുരോഗതിയിലേക്കും നയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുകയാണ്. നന്ദി. താങ്ക് യു.